ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടിപ്സുമായിട്ടാണ്. എത്ര പഴയ ചോറാണെങ്കിൽ പോലും നല്ല അന്ന് വച്ചതുപോലെ പുത്തനായിട്ടിരിക്കുന്നതിനുള്ള കിടിലൻ ടിപ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കത്തികൾ കാണുമല്ലോ. അപ്പോൾ സ്റ്റീലിൻ്റെ കത്തികൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മൂർച്ച വരുത്തി അത്ര മൂർച്ച വരാറില്ല. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. അതായത് നമ്മുടെ വൈറ്റ് പേസ്റ്റ്. അപ്പം വൈറ്റ് പേസ്റ്റ് എടുത്തിട്ട്, വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ. വൈറ്റ് പേസ്റ്റ് എടുത്ത് കുറച്ച് ഈ ഇതിലോട്ടൊന്നങ്ങ് തേച്ച് കൊടുക്കണം. തേച്ചിട്ട് നമുക്ക് എവിടെയാണ് ഷാർപ്പ് ചെയ്യേണ്ടത് ആ വശത്തോട്ട് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. ഇതിപ്പോൾ ചെറിയ ഒരു കത്തി ആയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. തേച്ച് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇടിക്കല്ല് കാണത്തില്ലേ, ഇടിക്കല്ലിൽ വച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് രാവി കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് നല്ല ഷാർപ്പായിട്ട് കിട്ടും കത്തി. ഇതുപോലെ ഒന്നങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു ട്രിക്കുണ്ട്. അതിപ്പം മിക്കവർക്കും അറിയാം. ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ കറി വയ്ക്കുന്ന മീൻ ചട്ടി ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ പേസ്റ്റ് തേച്ചിരിക്കുന്നതിന് അപ്പോൾ ഇതൊന്ന് തുടച്ച് മാറ്റിയ ശേഷം, ഇപ്പോൾ ഈ കത്തിയാണെങ്കിൽ തന്നെ ഈ മീൻ ചട്ടിയുടെ ഈ വക്കുണ്ടല്ലോ, ഈ വക്കിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഷാർപ്പാവും ഇതും, കാരണം ഇത് ഓടിൻ്റെ അല്ലേ, അപ്പം നന്നായിട്ട് ഷാർപ്പാവും. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചോറ് തലേ ദിവസം വച്ചതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ചോറ് നല്ല ഫ്രഷായിട്ട് നല്ല അന്ന് വച്ചതുപോലെ കിട്ടുന്നതിനുള്ള ഒരു ടിപ്പാണ് അത്. നമ്മൾ ഇപ്പം തിളപ്പിച്ചെടുക്കാനും ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നല്ല അന്ന് അപ്പോഴ് വച്ചതുപോലത്തെ ചോറ് കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഞാനൊരു ഇഡലി പാത്രം വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പം സ്റ്റീമർ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പം ഞാനിതിപ്പോൾ ഒരു ഇഡലി തട്ടാണ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സ്റ്റീമറൊന്നും ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ചോറിനെ, ഈ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറിനെ ഞാൻ ആ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ്. അതായത് ഒരു 8 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയാൽ മതി. നല്ല പുത്തനായിട്ട് ചോറ് കിട്ടും. അപ്പൊ നമുക്കൊന്ന് ആവി കയറ്റാം. ഞാൻ ഒരു 7-8 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തു. നല്ല ചൂട് ചോറ് കണ്ടോ, നല്ല നമ്മൾ അപ്പോഴ് വച്ചതുപോലെ ഇരിക്കും. നമ്മളിതുപോലെ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തലേ ദിവസത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. അല്ലാതെ നമ്മളിത് പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രഷായിട്ട് ചോറെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല ചൂടായിട്ട് കിട്ടും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 ടിപ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കിച്ചണിൽ. അപ്പോൾ എൻ്റെ ഈ 2 കുഞ്ഞു ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.